എല്ലാവർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ അറിയാത്ത പഹൽഗാം കഥകളാണ്. അപ്പൊ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് എന്തുകൊണ്ട് നടന്നു, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, എന്തിനാണ് പാകിസ്ഥാൻ ഇപ്പോ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാമില് ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്. ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ ആയിരുന്നു ഈ തീവ്രവാദികൾ ഫോക്കസ് ചെയ്തത്. 26 പേരാണ് നമ്മുടെ അന്തരിച്ചത്. ഒരു നേപ്പാളി പൗരനടക്കം 26 പേര് അന്തരിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹിന്ദുക്കളായിരുന്നു എന്ന് തന്നെ ആ ഇൻസിഡന്റ് സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്രമണം പ്രധാനമായിട്ടും ഹിന്ദു ടൂറിസ്റ്റുകളെയായിരുന്നു ലക്ഷ്യമിട്ടത്. അതും പുരുഷന്മാരെയായിരുന്നു. സ്ത്രീകളെ വെറുതെ വിട്ടുകൊണ്ട് മോദിയോട് പോയി പറ എന്നും പറഞ്ഞിട്ടാണ് പുരുഷന്മാരെ അവര് കൊന്നുകളഞ്ഞത്. അപ്പം ഈ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് പുറകെ പ്രവർത്തിച്ച ടെററിസ്റ്റ് ഗ്രൂപ്പ് നമ്മുടെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ലഷ്കർ ഇ തായിബയുടെ ഒരു സബ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം വളരെ കാലങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ നടത്തിയത്, എന്തിനാണ് ഇപ്പോൾ ഇന്ത്യയെ അവർ നോട്ടമിട്ടത്, എന്താണ് ഇതില് നമ്മൾ പല കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഈ ഒരു ആക്രമണം നടന്ന സമയത്ത്, അതായത് ആ ഒരു സമയത്താണ് അമേരിക്കയിൽ നിന്ന് ഒരു പ്രതിനിധി ഇന്ത്യയിലേക്ക് എത്തിയത്. നമ്മുടെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ഇന്ത്യയിലെത്തിയ സമയത്താണ് ഈ ഒരു ആക്രമണം നടന്നത്. അതായത് ഏപ്രിൽ 21-നും 24-നും ഇടയില്. ഓക്കെ, അപ്പൊ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അപ്പം അതിനെ തടയുക എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ഭയപ്പെടുത്താനാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ, രണ്ടാമത്തത്, അമേരിക്ക ചൈനയുമായിട്ട് ഇപ്പോൾ നടക്കുന്ന വ്യാപാര യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ 245% ടാരിഫ് ഏർപ്പെടുത്തി. അതായത് ചൈനയ്ക്ക് ഇനി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പം ഇത് ചൈനയുടെ കയറ്റുമതിയെ നല്ല രീതിയിൽ ബാധിക്കും. ചൈന എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് സാധനം കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതായത് കയറ്റുമതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഓക്കെ, അപ്പം ഇതില് ചൈനയുടെ പ്രതികരണം എന്തായിരുന്നു, ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചൈന റീസെന്റ് ഒരു നമ്മുടെ ഇന്ത്യയുമായിട്ട് കുറച്ച് സഹകരണം ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചൈനയുടെ ഒരു തന്ത്രമാണ്. ഇന്ത്യയിൽ നിന്ന് ചരക്കുകളുടെ ഇറക്കുമതി സത്യത്തിൽ ആർക്കാവശ്യമില്ല, നമ്മുടെ ചൈനയ്ക്ക് ആവശ്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തന്ത്രം അവർ പ്രയോഗിച്ചത്? അതായത് അതൊരു നാടകമാണ്. അവർ സ്വാഭാവികമായിട്ടും കയറ്റുമതി ആഗ്രഹിക്കുന്ന രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇന്ത്യ ഒരു കമ്പോളായിട്ട് കാണാനുമാണ് ചൈന അങ്ങനെ ഒരു നീക്കം നടത്തിയത്. എന്നാൽ ആ സമയത്താണ് നമ്മുടെ അമേരിക്കയുടെ പ്രതിനിധി ഇന്ത്യയിലേക്ക് വന്നത്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ചൈനയെ അഫക്റ്റ് ചെയ്യുമെന്ന് ചൈനയ്ക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, അപ്പൊ ചൈനയുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടാരിഫുകൾ കാരണം ചൈനയ്ക്ക് പുതിയ വിപണികൾ തേടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തേടിയെത്തിയ ഒരു വിപണിയാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൈന ഇന്ത്യയുമായിട്ട് കൈകോർക്കാനായിട്ട് നോക്കിയത്. ഇതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമുണ്ട്, തെക്കേ ഏഷ്യയിലെ സന്ദർഭം. വിയറ്റ്നാം, കംബോഡിയ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളില് നമ്മുടെ സോളാർ പാനലുകളും അമേരിക്ക ടാരിഫ് ഏർപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇവിടങ്ങളിൽ നിന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പുനർപാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പൊ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വൻ രീതിയിൽ തെക്കേ ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്ന് തള്ളപ്പെടുന്നു. ഓക്കെ, അപ്പൊ ചൈനയുടെ ഒരു പുതിയ നയതന്ത്രമായിരുന്നു ഇത്. തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി കരാറ് ചെയ്യാനും ഇന്ത്യയോട് നേരെ സ്നേഹപരമായ ഒരു സമീപനം കൊണ്ടുവരാനും ചൈന അങ്ങനെയാണ് ശ്രമിക്കാൻ തുടങ്ങിയത്. ഇന്ത്യ അമേരിക്കയുടെ ശക്തമായ പങ്കാളിയാകുന്നത് തടയാൻ വേണ്ടിയും കൂടിയാണ് ഈ ഒരു തന്ത്രപ്രധാന നീക്കം നമ്മുടെ ചൈന നടത്തിയത്.
പിന്നെ ഉൽപാദന കേന്ദ്രങ്ങൾ മാറിയ കാര്യമുണ്ട്. റീസെന്റ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. ആപ്പിള്, ഗൂഗിള്, ആമസോൺ, ഫോർഡ്, പിന്നെ തുടങ്ങിയ പല അമേരിക്കൻ ബേസ്ഡ് കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അതായത് ചൈനയിൽ നിന്ന് അതിന്റെയൊക്കെ കേന്ദ്രം ഇന്ത്യയിലേക്ക് മാറ്റാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. അപ്പൊ ചൈനയുടെ ഭയം എന്താന്ന് വെച്ചാൽ ഇന്ത്യ ആഗോള സ്പൈ ചെയിനുകളിൽ ചൈനയെ മാറ്റി സ്ഥാപിക്കുകയോ ഇന്ത്യയെ കൊണ്ടുവരികയും ചൈനയെ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുകയോ എന്നൊരു ആശങ്ക ആർക്കവിടെ ഉണ്ടായി? ചൈനയ്ക്ക് ഉണ്ടായി. അതിനു വേണ്ടിയാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല സമയത്തും ഒരു സൈലന്റ് സപ്പോർട്ടറായിട്ട് നമുക്ക് ചൈനയെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് പാകിസ്ഥാന്റെ പല ഉന്നത പ്രതിനിധികളും പറഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, അമേരിക്കയും ചൈനയാണ് അവരുടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനായിട്ട് പണം നൽകിയതെന്ന്. അപ്പം അതിൽ ഇപ്പം എന്താണ്, അമേരിക്ക കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര് തന്നെയാണ്? ഈ ചൈന തന്നെയാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പങ്ക്, ഉദ്ദേശമൊക്കെ അപ്പൊ എന്താണെന്ന് നമുക്ക് ഏകദേശം പിടികിട്ടും. എന്താണ് പാകിസ്ഥാൻ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് പാകിസ്ഥാന്റെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻസിഡന്റിന് പിന്നിൽ? ഒന്ന്, പാകിസ്ഥാന്റെ ജിയോ പൊളിറ്റിക്കൽ പ്രശസ്തി കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അമേരിക്കയുടെ ശ്രദ്ധ ഇപ്പോൾ എവിടേക്കാണ്? ഇന്ത്യയിലേക്കാണ്. പാകിസ്ഥാനെ വിട്ടു പകരം ഇന്ത്യയിലേക്കാണ് അമേരിക്ക കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു വലിയ കമ്പോളമാണ്. ഓക്കെ, അപ്പം അതിനാൽ പാകിസ്ഥാൻ കുറച്ച് പിന്നിലായി. അത് പാകിസ്ഥാനിൽ ആശങ്കയുണ്ടാക്കി. അതുപോലെ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശിന്റെ അക്ഷം നമ്മൾ നോക്കണം. ഇന്ത്യയെ പ്രതിരോധിക്കാൻ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പൊ കൂട്ടുകൂടുന്ന കാഴ്ച നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുകയാണ് ആര്? ചൈന. ഓക്കെ, ഉദാഹരണത്തിന് നമ്മുടെ ബംഗ്ലാദേശിലെ മംഗ്ല തുറമുഖം ചൈനയുടെ നിക്ഷേപം നടത്തുന്നു. പാകിസ്ഥാനിലെ ഓസ്ട്രോനോട്ടിനെ റീസെന്റ് ബഹിരാകാശത്തേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ ഈ നമ്മുടെ അയൽ രാജ്യങ്ങളെ ചൈനയോട് അടുപ്പിക്കുകയും ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈന ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു കാര്യത്തിന് പിന്നിൽ വലയ സിദ്ധാന്തം എന്ന് നമുക്ക് പറയാം. അതായത് ചൈന ഇന്ത്യയെ ചുറ്റി സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് ലഡാക്ക്, അരുണാചൽ പ്രദേശ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഇനി പാകിസ്ഥാന്റെ ആഭ്യന്തര ഘടകങ്ങൾ, ഇതിന് പിന്നിൽ, അതായത് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന് പിന്നിലുള്ള പാകിസ്ഥാന്റെ ആന്തരികമായിട്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ പാകിസ്ഥാന്റെ ആർമി ചീഫിന്റെ പ്രസംഗം നമ്മൾ എല്ലാവരും കണ്ടതാണ്, ന്യൂസ് ചാനലിലെല്ലാം കണ്ടതാണ്. 2005 ഏപ്രിൽ 7 പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ഒരു പ്രസംഗം നടത്തി. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളെ പഠിപ്പിക്കണം, പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. ഇതൊക്കെയായിരുന്നു ആ പ്രസംഗത്തിന്റെ സാരാംശം. അതായത് നല്ല രീതിയിൽ ഒരു മതസ്പർദ്ധ വളർത്തുന്ന ഒരു പ്രസംഗമായിരുന്നു നമ്മുടെ പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള അസിം മുനീർ അവിടെ നടത്തിയത്. ഓക്കെ, അപ്പൊ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം പാകിസ്ഥാൻ തിരിച്ചടിച്ചതിന്റെ ഒരു കാരണം ഇത് തന്നെ ആയിരിക്കാം. ഓക്കെ, അവിടെ മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാംസ്കാരിക ഭിന്നത അവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയില് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ അവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ ആളുകൾ എടുത്ത് ചോദിച്ചാൽ അവർ പറയും രാഷ്ട്രമാണോ വലുത്, മതമാണോ വലുതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർ ഒറ്റ സ്വരത്തിൽ പറയും ഏത് മതവും നോക്കാതെ രാഷ്ട്രമാണ് വലുതെന്ന് പറയും. പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ അതല്ല. അവർ പറയുന്നത് മതമാണ് വലുത്, രാഷ്ട്രത്തിനേക്കാൾ കൂടുതൽ മതമാണ് വലുത്. അവിടെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ മതരാഷ്ട്രീയമാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനിലെ മുസ്ലിംസിനെ നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസുമായിട്ട് കമ്പയർ ചെയ്യും. അതൊരിക്കലും ശരിയല്ല. ഇന്ത്യൻ മുസ്ലിംസ് അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ 26 ആളുകൾ മരിച്ചതിൽ ഒരാൾ മുസ്ലിം ആയിരുന്നു. അത് നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ഒരു സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചപ്പം തടയാൻ വന്നൊരു മുസ്ലിമാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും നമ്മുടെ പാകിസ്ഥാൻ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ അവരിവിടെ ശ്രമിച്ചത് ഒരു വർഗീയത ഉണ്ടാക്കാനായിരുന്നു. ആ ഒരൊറ്റ വ്യക്തിയുടെ നീക്കം കാരണം ആ ഒരു വർഗീയത പൊളിഞ്ഞുപോയി.
ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാകിസ്ഥാൻ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം എന്തുകൊണ്ട് തിരിച്ചടിച്ചു? ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറെ നാളായിട്ട് പാകിസ്ഥാൻ സൈലന്റ് ആയിരുന്നു. അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മൾ കുറച്ചൊന്ന് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഒരു അശാന്തിയാണോ അത്? അല്ല. കാരണം അടുത്തിടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഒന്നും നടക്കുന്നില്ല. ഈ പറയുന്ന ടെൻഷൻ, ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ വലിയ രീതിയിൽ വോട്ടിങ്ങിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിലുണ്ടോ? ഇല്ല, അതൊന്നും അല്ല കാരണം. അപ്പൊ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആഭ്യന്തര സമ്മർദ്ദമാണ്. സൈന്യത്തിന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പുറം സഹായം ഇല്ലെങ്കിൽ ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ അത്രമേൽ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നേരിടുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയോടൊപ്പം ഒട്ടി നിൽക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല. കാരണം സൈന്യബലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്, പാകിസ്ഥാൻ 12ാം സ്ഥാനമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇന്ത്യയോട് അടിക്കാനുള്ള ഒരു ധൈര്യം വരണമെങ്കിൽ പൂർണ്ണമായും മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണ അവിടെ ഉണ്ടെങ്കിലേ അവരത് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചൈനയുടെ പ്രസൻസ് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ജിയോ പൊളിറ്റിക്കൽ സന്ദേശം എന്താണ്? ഈ ഒരു അറ്റാക്ക് തരുന്ന ജിയോ പൊളിറ്റിക്കൽ സന്ദേശം ഇന്ത്യയെയും അതിന്റെ കൂട്ടാളികളെയും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൂറിസ്റ്റുകളെയാണ് ആക്രമിച്ചത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതിൽ നിന്ന് മറ്റുള്ളവർ ചിന്തിക്കണം, ഇന്ത്യയെ അത്ര സുരക്ഷിതമല്ല, ഇന്ത്യയിലേക്ക് ടൂറിന് വരുന്നത് അത്ര സുരക്ഷിതമല്ല. വിദേശ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ ഈ ടൂറിസ്റ്റ് ആയിട്ട് കേന്ദ്രമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ കണക്കുള്ള ഈ സ്ഥലങ്ങളൊക്കെ വിദേശികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പം ഇന്ത്യയെ ആ രീതിയിൽ നിന്ന് മാറ്റപ്പെടണം. ഇന്ത്യ അതിന്റെ കൂട്ടാളികളെയും അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഇന്ത്യയുടെ സമാധാനപരമായിട്ടുള്ള ആ ഒരു ഇമേജ് നശിപ്പിക്കണം. അതായിരുന്നു അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. ജിയോ പൊളിറ്റിക്കലായിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അതാണ്. അതുപോലെ സ്ലീപ്പർ സെൽസ്, നമുക്കറിയാം ഈ ഒരു ആക്രമണത്തിൽ ഈ പാകിസ്ഥാന്റെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ നിന്ന് പരിശീലനം ലഭിച്ച ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകിലുണ്ട്. അതിന്റെ ഉദാഹരണമാണ് റീസെന്റ് നമ്മുടെ സൈനികമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് കാശ്മീരിലെ പല വീടുകളും ബോംബിട്ട് തകർക്കുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ അങ്ങനെയുള്ള വീടുകൾ തകർത്തത്? അത് സ്ലീപ്പർ സെൽസിന്റെ വീടുകളാണ്, അല്ലെ? അപ്പൊ സ്ലീപ്പർ സെൽസ് ആക്ടിവേഷൻ നീണ്ട നിശബ്ദതയില് ആസൂത്രണം നടന്നിരിക്കാം എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അതായത് ടൂറിസ്റ്റ് മേഖലയിൽ ആക്രമണം ഇന്ത്യയുടെ ടൂറിസം മേഖലയെയും പൊതുജന മനസ്സിനും വലിയ ആഘാതം നൽകാനായിട്ടാണ് ടൂറിസ്റ്റ് മേഖലയെ തന്നെ അവര് ഫോക്കസ് ചെയ്തത്. അതായത് പ്രാദേശിക ഗൈഡുകൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഡേറ്റാസ് കൊടുത്തിരിക്കാം എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പ്രോക്സി യുദ്ധമുണ്ട്. പാകിസ്ഥാൻ നേരിട്ട് പങ്കില്ല എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അതായത് നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന്. പക്ഷെ നമ്മൾ ഓരോ തവണ അത് പറയുമ്പോഴും അവർ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്കതിൽ പങ്കില്ല, ഇവിടുത്തെ പ്രാദേശിക തീവ്രവാദികളാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ഭീകരരാണ് അത് ചെയ്യുന്നത്, പാകിസ്ഥാൻ ഡയറക്റ്റ് അല്ല എന്ന് പാകിസ്ഥാൻ എപ്പോഴും അത് പറഞ്ഞ് യുദ്ധം ഒഴിവാക്കാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ ഇന്ത്യയിൽ അശാന്തി ഉണ്ടാക്കാനും നോക്കുന്നുണ്ട്. അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, അശാന്തി മാത്രമാണ്. അതായത് ഇന്ത്യ സേഫ് അല്ല, ഇന്ത്യയിലെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇന്ത്യ എന്താ ചെയ്തത്? ഇത്രയൊക്കെ അവർ ചെയ്തപ്പോൾ ഇന്ത്യ മിണ്ടായിരുന്നോ? ഇല്ല, ഇന്ത്യ മിണ്ടായിരുന്നില്ല. ഇന്ത്യ സിന്ധു നദി കരാർ മരവിപ്പിച്ചു. അപ്പൊ ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? പാകിസ്ഥാന്റെ പ്രതികരണം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പാകിസ്ഥാൻ അവിടെ ഇരവാദമാണ് മുന്നോട്ട് വെച്ചത്. അതായത് നമ്മുടെ പഹൽഗാമിൽ കയറി അറ്റാക്ക് ചെയ്തത് അവർ നിഷേധിച്ചു, അവരല്ല എന്ന് പറഞ്ഞു. അതേസമയം ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ട് ആ ഒരു നീക്കം നടത്തിയപ്പോഴത്തേക്ക് ഇത് യുദ്ധത്തിനുള്ള മുന്നറിയിപ്പായിട്ട് കാണുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാൻ അവിടെ മുന്നോട്ട് വെക്കുന്നത് ഇരവാദമാണ്, ഇന്ത്യ ഞങ്ങൾക്കുള്ള വെള്ളം തടഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്നൊരു രീതിയിലേക്ക് ഇത് ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കാനാണ് പാകിസ്ഥാൻ അവിടെ ശ്രമിച്ചത്. ഇനി വലിയ ജിയോ പൊളിറ്റിക്കൽ കളികൾ ഇതിന്റെ പിന്നിലുണ്ട്, നമ്മൾ കാണാത്ത ചില കളികളുണ്ട്. അതായത് നിയന്ത്രിത അശാന്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കൺട്രോൾ ചെയ്തിട്ട്, അതായത് യുദ്ധത്തിലേക്ക് പോകരുത്, യുദ്ധത്തിലേക്ക് പോയാൽ അവർക്ക് പണി കിട്ടുമെന്ന് നല്ല രീതിയിൽ അറിയാം, അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാതെ ആ ഒരു അശാന്തി നിലനിർത്തുക. അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, എപ്പോഴും പാകിസ്ഥാൻ ഇങ്ങനെ അതിർത്തിയിൽ ഓരോന്ന് കാണിക്കുന്നു, പ്രകോപിപ്പിക്കുന്നു എന്ന്
നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അവരിവിടെ പ്ലാൻ ചെയ്യുന്നത് പ്ലാസിബിൾ ഡിഅനയബിലിറ്റി ആണ്. അതായത് എന്താണ്, ഞങ്ങൾ ആക്രമിക്കുന്നില്ല, ഓക്കെ, ഞങ്ങൾ ഇതിനകത്ത് പാർട്ടല്ല, ഞങ്ങളല്ല, ഇവിടുത്തെ ഏതോ ടെററിസ്റ്റ് ആണ് ചെയ്തത്, ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നിൽക്കുകയും ഇന്ത്യയിൽ അശാന്തി നിലനിർത്തുകയും ചെയ്യുക. ആ ഒരു നയമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. ആര് കൊടുക്കും ഫണ്ട്? പാകിസ്ഥാന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് സാധാരണയായി അമേരിക്കയും ചൈനയും ഒക്കെയാണ് ഫണ്ടുകൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അമേരിക്ക ചൈനയെ ഇപ്പോൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതിനാൽ ചൈന തന്നെയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നതെന്ന് നമുക്കിവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചൈനയുടെ ലക്ഷ്യം എന്താണ്? ഒരു നേരിട്ട് യുദ്ധമല്ല. ചൈന ഒരിക്കലും നേരിട്ടൊരു യുദ്ധം നടത്തില്ല. ചൈനയെ വിവിധ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ, അതിന്റെ ഈ വളർച്ചയും ആഗോള സ്പൈ ചെയിനുകൾ, ചൈനയെ എന്താണ് അകറ്റി നിർത്താനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. ആ അമേരിക്കയുടെ ശ്രമത്തെ തടഞ്ഞ് എന്താണ് ഇന്ത്യയെ അമേരിക്ക അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ വിവിധ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താനും നമ്മുടെ വളർച്ച, നമ്മൾ എന്താണ് GDP ഒക്കെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ വളർച്ച തടയിടുക, ആഗോള സ്പൈ ചെയിനുകളിൽ അമേരിക്കയുടെ പ്രധാന പങ്കാളിയാകുന്നത് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ചൈനയ്ക്ക് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പഹൽഗാം അറ്റാക്കിന്റെ പിന്നിലുണ്ടായിരുന്ന പിന്നാമ്പുറ കളികൾ. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ട്രേഡ് എഗ്രിമെന്റ്സ് ആണ്. അതായത് ചൈനയ്ക്ക് അത് ഇഷ്ടമല്ല, അയലത്തെ അസൂയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇന്ത്യ കൂടുതൽ മുന്നേറുകയാണെങ്കിൽ ചൈനയുടെ എന്താണ് ട്രേഡിന് അവര് എതിരാവും, നമ്മുടെ ഇന്ത്യ എതിരാവും, ചൈനയ്ക്ക് അത് ഭീഷണിയാകും എന്നൊരു ഭയം ചൈനയ്ക്ക് ഉള്ളത് കൊണ്ടാണ് മുളയിലെ നുള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ പഹൽഗാം ആക്രമണം ചൈന പാകിസ്ഥാൻ ആഗോള വ്യാപാര മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ വളർച്ച തടയാനും ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ചൈന പ്രാദേശികമായി സ്വാധീനം ഉപയോഗിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണ് പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക്.